എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് പരിശോധിച്ച വിദ്യാർത്ഥികൾക്കും പരിശോധിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇന്ന് വൈകുന്നേരം 3 മണിക്ക്, അത് ജൂൺ 18-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് അവസാനിക്കുന്നതാണ്. ചില സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡേറ്റ്, അതായത് കുറച്ച് ദിവസം നീട്ടിക്കൊടുക്കാറുണ്ട്. ഒരു ദിവസമൊക്കെ ഡേറ്റ് നീട്ടിക്കൊടുക്കാറുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം അങ്ങനെ നീട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ നീട്ടുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 3 മണിക്കാവും വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷയിൽ എഡിറ്റ് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനായിട്ട് വിദ്യാർത്ഥികൾ ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട്, അത് നിങ്ങളുടെ ഈ ഒരു ക്യാപ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈലിൽ കാണാൻ സാധിക്കും എഡിറ്റർ അൺലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം. അപ്പോൾ ആ ഒരു ലിങ്കിന് താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്താവുന്നതാണ്. തിരുത്തലുകൾക്ക് ശേഷം പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. എഡിറ്റർ അൺലോക്ക് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾ അപേക്ഷ പൂർത്തീകരിച്ച ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതായിരിക്കും. പ്രസ്തുത അപേക്ഷകൾ പൂർത്തീകരിക്കുന്നതിനുള്ള അവസരം റെഗുലർ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാതെ, അതായത് എഡിറ്റ് ചെയ്ത് അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാതെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റർ അൺലോക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ, അതായത് പ്രൊസീഡ് ടു കൺഫേം എന്ന്, അതായത് ആ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. ചെയ്തിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെടും എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകി ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള അവസാന അവസരമാണിത്. ആയതിനാൽ അപേക്ഷകർ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന മാർക്കുകൾ കൃത്യമാണെന്നും അതുപോലെ തന്നെ NSS, NCC, SPC, ആർട്ട് ആൻഡ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ വെയിറ്റേജ് സർട്ടിഫിക്കറ്റുകളുടെ പ്ലസ് ടു തലത്തിലുള്ളതാണെന്നും നോൺ ക്രിമിലിയർ EWS സംവരണ വിവരങ്ങൾ എന്നിവ കൃത്യമാണെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. 2022, 23, 24, 25 വർഷങ്ങളിൽ VHSC NSQF സ്കീമിൽ പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾ NSQF ബോർഡാണ് അപേക്ഷയിൽ രേഖപ്പെടുത്തിയത് എന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഇന്ന് വൈകുന്നേരം 3 മണി വരെയാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എഡിറ്റർ അൺലോക്ക് എന്നുള്ള ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യുന്നതിനും കൺഫേം ചെയ്ത അപേക്ഷയുടെ പുതിയ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എഡിറ്റർ അൺലോക്ക് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ടില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.